തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. രാഷ്ട്രീയത്തിൽ രക്തസാക്ഷികൾ ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും രണ്ടു തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാം. ഒന്ന്, മരിച്ചുപോയവരുടെ 40ഓളം ആളുകൾ മരിച്ചു, അതിൽ സ്ത്രീകൾ ധാരാളമുണ്ട്, കുട്ടികളുണ്ട്, 8ഓളം കുട്ടികളുണ്ട്, 17 സ്ത്രീകളുണ്ട്. വിജയുടെ ആരാധകരാണ് കൂടുതൽ ആളുകൾ. അവർ വിജയുടെ രാഷ്ട്രീയം കേൾക്കാൻ ഒരുപക്ഷെ വന്നതായിരിക്കത്തില്ല, വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വന്നതായിരിക്കാം. പക്ഷേ വിജയുടെ പ്രസംഗവും കാര്യങ്ങളും കേട്ടാൽ നാളെ അവർ വിജയ്ക്ക് വോട്ട് ചെയ്തേക്കാനും സാധ്യതയുണ്ട്. കാര്യം തമിഴ്നാടാണ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സ്ഥലം. ഈ വിഷയത്തെ നമുക്ക് 2-3 തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ രാഷ്ട്രീയ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഈ കരൂറിൽ നടന്ന കൂട്ടമരണവും അതിൻ്റെ റാലിയും. 20,000 പേർക്കോ 25,000 പേർക്കോ ഇരിക്കാൻ കഴിയുന്ന സ്ഥലത്ത് 50,000-ലധികം ആളുകൾ വരിക, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരിക, കാത്തു നിന്നവർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും കിട്ടാതിരിക്കുക, അങ്ങനെ കുറച്ച് പേർ കുഴഞ്ഞു വീഴുക, അവരെ പുറത്തുകൂടെ ബാക്കിയുള്ളവർ ഓടി മാറുക. വളരെ ദയനീയമായ സാഹചര്യമാണ് കരൂറിലുണ്ടായത്. പക്ഷേ അതിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ വിജയുടെ അറസ്റ്റ് ഉണ്ടായേക്കാം. പക്ഷേ അറസ്റ്റ് ഉണ്ടായാൽ ചിത്രം മാറും. വിജയ്ക്ക് ഒരുപക്ഷെ വലിയ ആരാധകർ തമിഴ്നാട്ടിലുണ്ടായി വന്നിരിക്കാം. രണ്ടാമത്തെ വിഷയം, ഈ വിഷയത്തോടുകൂടി വിജയ് ചിലപ്പോൾ കൂടുതൽ കരുതലോടുകൂടിയുള്ള റാലികളായിരിക്കാം ഇനി സംഘടിപ്പിക്കുക. മൂന്നാമതായി 20,000 ആളുകൾ പങ്കെടുക്കേണ്ടടുത്ത് 50,000 പേര് വന്നല്ലോ എന്ന്, അപ്പോൾ വിജയ്ക്ക് ഇത്രയും പോസിറ്റീവായ പിന്തുണയുണ്ടെന്ന് ജനമെടുത്താൽ വീണ്ടും ആളുകൾ കൂടി വന്നുകൊണ്ടിരിക്കാം. വിജയ് എന്തിനാണ് ആളുകളെ ഇങ്ങനെ വിളിച്ച് കൊല്ലുന്നത് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ വിജയ്ക്ക് അത് തിരിച്ചടി ഉണ്ടാകാം. അപ്പോൾ വിജയിയുടെ രാഷ്ട്രീയം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നുണ്ട്. അവിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അതിൽ ഒരു രാഷ്ട്രീയം, സ്റ്റാലിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. മരിച്ച കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിലൂടെ സ്റ്റാലിൻ്റെ രാഷ്ട്രീയം അവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട, അത്തരം കാര്യങ്ങളൊന്നും പോകരുത് എന്നുള്ള രാഷ്ട്രീയവുമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചത്. ഒരു രാഷ്ട്രീയവും പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, മരണത്തിൽ ദുഃഖമുണ്ടെന്ന് മാത്രം പറഞ്ഞ് വളരെ കരുതലോടുകൂടിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. തമിഴ്നാട് രാഷ്ട്രീയത്തെ BJP കാണുന്നത് മറ്റൊരു തലത്തിലാണ്. നാളെ ഒരുപക്ഷെ BJPയുടെ കൂടെ വിജയിനെ നിർത്തേണ്ടി വന്നാൽ പോലും അത്ഭുതമില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഒന്നും അന്യമല്ല, ആരും അന്യരുമല്ല. അപ്പോൾ തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വലിയ രൂപത്തിലുള്ള, ആംബുലൻസിന് പോലും നീങ്ങാൻ കഴിയാത്ത നിലയിലുള്ള വലിയ ആൾക്കൂട്ടം വരികയും ആ ആൾക്കൂട്ടത്തിൽ വലിയ ദുരന്തമുണ്ടാവുകയും 40-ലധികം പേർ, 60ഓളം പേർക്കാണ് ഇനിയും പരുക്കായി കിടക്കുന്നത്. അപ്പോൾ ഏകദേശം 100ഓളം പേരെയാണ് ഇത് മൊത്തം ബാധിച്ചത്. ഇതിൽ എത്ര പേർ ഇനി മരിക്കും, എത്ര പേർക്ക് ജീവനുണ്ടാവും, അല്ലെങ്കിൽ ജീവിതമുണ്ടാവുന്നവർക്ക് എന്തുമാത്രം അപകടമുണ്ടായിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും റാലി പകുതി വഴിക്ക് വെച്ച് സംസാരം മതിയാക്കി വിജയ് തിരിച്ചുപോയി. വിജയ്ക്ക് സുരക്ഷിതത്വം കൂട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് വിജയുടെ അടുത്ത നീക്കമെന്നറിയില്ല. എന്തായാലും ഒരു ജനത എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ എത്ര കാലം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തടഞ്ഞു വച്ചാലും, തടുത്തു നിർത്തിയാലും, ഏത് സംഘടിത പ്രസ്ഥാനം ആരെ തടഞ്ഞു വച്ചാലും ജനം പ്രതീക്ഷകളുടെ തുരുത്തുകൾ തേടിപ്പോകും. പ്രതീക്ഷയാണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമെന്ന് പറയുന്ന പ്രതീക്ഷയാണ്. അവർക്ക് ചിലപ്പോൾ അവൾ വ്യക്തികളുടെ കൂടെ പോകും, ചിലപ്പോൾ അവർ പ്രസ്ഥാനങ്ങളുടെ കൂടെ പോകും, ചിലപ്പോൾ വ്യക്തികൾ ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കൂടെ പോകും. ജനം അങ്ങനെ തന്നെയാണ്. അത് നിശ്ചലമായി നിൽക്കുന്ന വെള്ളമല്ല, കാറ്റടിക്കാത്ത മരമല്ല, കാറ്റേൽക്കാത്ത വെയിലേൽക്കാത്ത നിശ്ചലമായി നിൽക്കുന്ന തടിയോ ഒന്നുമല്ല. അത് ചിന്തകളുള്ള മനുഷ്യരാണ്. അവർക്ക് പ്രതീക്ഷകൾ വരുന്നിടത്തവർ പോകും. അത് മനുഷ്യനെ തടഞ്ഞിട്ട് കാര്യമില്ല. അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ വലിയ തോതിലായിരിക്കും വിജയിയുടെ ഈ പ്രസ്ഥാനം രൂപപ്പെട്ട് വന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും വിജയ് ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ സാധ്യതയിൽ പുതിയ ഒരു മുഖ്യമന്ത്രി വിജയ് ആകുമോ തമിഴ്നാടിൻ്റെ എന്നുള്ളതാണ് ലോക രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ അണ്ണാദുരൈയുടെ പാർട്ടിയിൽ നിന്ന് തുടങ്ങി അത് കരുണാനിധിയിലൂടെ അവസാനം ജയലളിത, ഒരുപാട് ആളുകൾ, ADMK ഒക്കെ ഉണ്ടായി, DMK ഉണ്ടായി, ഒരുപാട് പാർട്ടികളുണ്ടായി, വേറെ ഒത്തിരി ആളുകൾ പാർട്ടികൾ ഉണ്ടാക്കി. BJP വലിയ ശ്രമം നടത്തി നോക്കി. ഒരു റിട്ടയേർഡ് IPSകാരനെ കൊണ്ടുവന്ന്, അണ്ണാമലയെ കൊണ്ടുവന്ന് നോക്കി. അവിടെ ഒന്നും ക്ലച്ച് പിടിക്കാത്തൊരാൾക്കൂട്ടം, വലിയൊരാൾക്കൂട്ടമാണ് വിജയിയുടെ പിന്നിലുള്ളത്. അത് കേവലം ഫാൻസാണോ, രാഷ്ട്രീയമാണോ,
എന്താണ് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാലം തെളിയിക്കട്ടെ. എന്തായാലും വലിയൊരു രാഷ്ട്രീയ നേതാവായി വിജയ് മാറിക്കഴിഞ്ഞു.